ബംഗാളിലെ രാഷ്ട്രീയം മാറുന്നു. ബംഗാളിലെ രാഷ്ട്രീയം മാറുന്നതോടുകൂടി ദേശീയ രാഷ്ട്രീയവും മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണത്തിലേക്ക് വരികയാണ്. BJPയുടെ വളരെ കാലത്തെ ആഗ്രഹം ആയിരുന്നു ബംഗാൾ പിടിക്കുക എന്നുള്ളത്. വാജ്പേയി തന്നെ അദ്ദേഹം രാഷ്ട്രീയം കൈയാളുന്ന കാലത്ത് നമ്മൾ ബംഗാളിൽ ജയിക്കുന്നില്ലല്ലോ, ജനസംഘത്തിൻ്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയുടെ നാടാണ്, എന്നിട്ടും നമുക്ക് അവിടെ ഇനിയും കാലുറപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ വിലപിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി, ബംഗാളിലെ രാഷ്ട്രീയം മാറി. മോദിയും അമിത്ഷായും അവിടെ അത്യാവശ്യം ക്യാമ്പ് ചെയ്ത് ആണ് ഈ തന്ത്രങ്ങൾ ഇത്തവണ ഗംഭീരമായി അവിടെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഒരു കല്ലുപോലും ശേഷിക്കാതെ നിരന്തരം സർവേകളൊക്കെ നടത്തി ജനങ്ങളോട് സംസാരിച്ച് ഹിന്ദി സംസാരിക്കുന്ന 3 പേരെ ഇത്തവണ അവിടെ റാലിയിലുണ്ടായിരുന്നുള്ളൂ. മോദി, ഷാ, യോഗി ആദിത്യനാഥ്. ബാക്കിയെല്ലാം ബംഗാളി സംസാരിക്കുന്ന ആളുകൾ. വരത്തന്മാരാണ് ഇവർ എന്ന് മമതാ ബാനർജി പറയുന്നതിന് മറുപടിയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഇത്തവണ മുമ്പൊന്നും ഇല്ലാത്ത വിധം ഹിന്ദു ധ്രുവീകരണം നടന്നിരിക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമാണ്. ആ ധ്രുവീകരണം നടക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ സന്യാസിമാരും പൂജാരിമാരും ഒക്കെ ധാരാളമായി സ്ഥാനാർത്ഥികളും ഒക്കെ ആയിട്ട് പല മേഖലകളിലും വന്നിരുന്നു. സ്ത്രീകളുടെ വോട്ട് അവിടെ കാര്യമായി BJPക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് മറ്റേ 1500 രൂപയ്ക്ക് പകരം ലക്ഷ്മീർ ഭണ്ഡാർ TMCയുടെ പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി 3000 രൂപ കൊടുക്കുന്ന പദ്ധതി, ക്ഷേമ പദ്ധതികൾ. ഇതിന് പുറമെ കേരളത്തിലെ ഈ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതുപോലെ അവിടെ RG കർ ആശുപത്രിയിലുണ്ടായ ആ ബലാത്സംഗം, അത് സ്ത്രീകളിൽ ഉണ്ടാക്കിയ വൈരാഗ്യം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ മമതയ്ക്കെതിരെ അവിടെ പ്രവർത്തിച്ചു. മമത അവിടെ നിന്ന് ഔട്ടായിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയവും ബംഗാളിനൊപ്പം മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ബംഗാൾ എങ്ങനെ TG മാറി? ബംഗാൾ മാറി സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ ജനങ്ങളെ അനുവദിച്ചപ്പോഴാണ്. നേരത്തെ പേടിപ്പിക്കുമായിരുന്നു. ഇത്തവണത്തെ വോട്ടിങ്ങിൽ 2.5 ലക്ഷം കേന്ദ്രസേനയെ വിന്യസിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ സെക്യൂരിറ്റി മുഴുവൻ വെസ്റ്റ് ബംഗാൾ പോലീസിൽ നിന്നും മാറ്റിയിട്ട് കേന്ദ്രസേനയ്ക്ക് കൊടുത്തു. ആ ഒരു മെസ്സേജ് കൃത്യമായിരുന്നു. ഒരു പബ്ലിക് റാലിയിൽ അമിത്ഷാ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് മൈക്കിലൂടെ പറഞ്ഞു, വെസ്റ്റ് ബംഗാൾ പോലീസ് ഇറങ്ങിപ്പോണം, നിങ്ങൾ സഹായിക്കേണ്ട, എൻ്റെ ആൾക്കാർ നോക്കിക്കോളൂ എന്നെ എന്നും മൈക്കിലൂടെ വിളിച്ചു. ഇത്ര വലിയ നാണക്കേടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി? അവർക്ക് തലകുനിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ദാറ്റ് വാസ് എ ക്ലിയർ സിഗ്നൽ. ഞങ്ങൾ നോ നോൺസെൻസ് വിൽ ബി ടോളറേറ്റഡ് ഇൻ ദിസ് ഇലക്ഷൻ. അത് കഴിഞ്ഞിട്ട് വോട്ടിംഗ് സെൻറ്ററിൽ ഇവർ ഈ BJPയുടെ ചിഹ്നമുള്ള സ്ഥലത്ത് മാത്രം ടേപ്പിട്ട് മറച്ചു. ആ കംപ്ലീറ്റ് ഇലക്ഷൻ കൗണ്ടർമാൻഡ് ചെയ്തു. അതാണ് ഫാൾട്ട. കംപ്ലീറ്റ് ഇലക്ഷൻ കൗണ്ടർമാൻഡ് ചെയ്തു. ഫ്രഷായിട്ട് എല്ലാ EVM മാറ്റി ആദ്യം മുതലേ അങ്ങ് തുടങ്ങാം. അത് മെയ് 21 നടത്താൻ പോകും. പിന്നെ ഇവർ പബ്ലിക്കായിട്ടാണ് മമതാ ബാനർജി ഇതൊക്കെ ചെയ്യുന്നത്. കൗണ്ടിങ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ട്രാൻസ്ഫോർമറുകൾ വളയാൻ അവർ നിർദ്ദേശം കൊടുത്ത അവരുടെ വർക്കേഴ്സിന്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, അവർ വളഞ്ഞോട്ടെ, ഞങ്ങൾ കൗണ്ടിങ് നടത്തുന്നത് ഈ ഇലക്ട്രിക് സപ്ലൈ കൊണ്ടല്ല, ജനറേറ്റർ വെച്ചിട്ടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനറേറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോർമറിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് കേന്ദ്രസേന തീരുമാനിക്കും. കാരണം ഇവർ ട്രാൻസ്ഫോർമർ വളയാൻ പറഞ്ഞപ്പോൾ കേന്ദ്രസേനയ്ക്ക് നിർദ്ദേശം പോയി, ഓരോ ട്രാൻസ്ഫോർമറിൻ്റെ അടുത്തും പോകാൻ പറഞ്ഞു, അടിച്ചോടിക്കാൻ പറ്റും. അങ്ങനെ ഈ സകല പോയിന്റിലും ഉള്ള ഈ ഗുണ്ടാപ്പണി അവസാനിപ്പിച്ചിട്ടാണ് ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നത്. അപ്പോഴാണ് ഈ തയ്യാറെടുപ്പൊക്കെ വളരെ നേരത്തെയാണ്. ട്രാൻസ്ഫോർമർ വളയിലും പിടിക്കലും ഒക്കെ വോട്ടിങ് കഴിഞ്ഞ് കൗണ്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതല്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഇടയ്ക്ക് തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് അറിയാം. ഇലക്ഷൻ കമ്മീഷൻ നോട്ട് ചെയ്തു എവിടെയൊക്കെ എന്തൊക്കെ കള്ളത്തരമാണ് ഇവർ കാണിക്കുന്നത്. ഒരു രക്ഷയില്ലെങ്കിൽ കൗണ്ടിങ്ങിൻ്റെ സമയത്ത് കറണ്ട് ഓഫ് ചെയ്തിട്ട് ഇരുട്ടാക്കുക,
എന്നിട്ട് EVM എടുത്തോളൂ, ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് രണ്ടാമത് പോളിംഗ് നടക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുക. ബൂത്തിൽ ഇരിക്കാൻ ആളെ കിട്ടില്ല. പിന്നെ ഇവർ ഇത്തവണ ഇത് ചെയ്തത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പിന്നെയും കേന്ദ്രസേന ബംഗാളിലുണ്ടാവും. എപ്പോൾ കേന്ദ്രസേനയെ പിൻവലിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. 2 ആഴ്ചയാണ് എന്ന് അവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ബട്ട് കേന്ദ്രം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇവർ TMC ഒരു ഭീഷണി മുഴക്കിയിരുന്നു. മമത പറഞ്ഞു, കേന്ദ്രസേന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചു പോകും കേട്ടോ, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ എന്ന് പറഞ്ഞു. അത് വലിയൊരു ഭീഷണിയാണല്ലോ, വോട്ട് ചെയ്യാൻ പോകരുത്, പോവുകയാണെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇതും അവർ തകർത്ത് കളഞ്ഞു. കേന്ദ്രസേന ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല എന്നുള്ള മട്ടിൽ. അപ്പോൾ അങ്ങനെ ചക്രക്കൂട്ടിട്ട് ചെയ്യുന്നവർക്കൊരു ധൈര്യം. വോട്ട് സാർ വീഡിയോയിൽ കാണിച്ചില്ല, ഒരു 84 വയസ്സുള്ള അമ്മൂമ്മ 2 പേരെ പിടിച്ച് നടത്തിക്കൊണ്ട് വരികയാണ് അവർ. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടി വോട്ട് ചെയ്യാൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ശാന്തി, മനസ്സമാധാനമാണ്, കിടക്കപ്പുറതിയില്ല, എന്നും അടിപിടി ബഹളം 4 ചുറ്റും. ഞാൻ ഈ കട്ടിൽ കിടക്കുമ്പോൾ നീ അവിടെ കല്ലേറ് ഇവിടെ കല്ലേറുന്നു, എനിക്ക് സമാധാനം വേണം. അതിന് ഈ സ്ത്രീ, സാറ് ശ്രദ്ധിച്ചിട്ടില്ല, അവർക്കോ സമാധാനം ഇല്ല, ബാക്കിയുള്ളവരും സമാധാനം കിട്ടും. അവർ നടന്നാണ് പ്രസംഗിക്കുന്നത്, കണ്ടിട്ടില്ലേ? അതെ, അവരിങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. സ്റ്റേജിൽ ഈ അറ്റം മുതൽ അറ്റം വരെ നിൽക്കാൻ പറ്റില്ല. കൂട്ടിലിട്ട വെരുകിനെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കും. അവർ ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇല്ല, എപ്പോഴും ടെൻസാണ് അവർ. എന്താ അവരുടെ ടെൻഷൻ? അവർ ടെൻഷനിലാകുന്നു, ബാക്കിയുള്ള ജനങ്ങളെയും ഈ പറഞ്ഞ 84 വയസ്സുള്ള അമ്മച്ചിയും ടെൻഷൻ. അമ്മച്ചി പറഞ്ഞു, എനിക്കിനി മതി, എനിക്കൊന്ന് സമാധാനമായിട്ട്, ഏതായാലും ഇവർ പറ്റില്ല, വേറെ ആരെങ്കിലും വന്നിട്ടൊരു ശാന്തി. അവർ പറഞ്ഞു, എൻ്റെ വോട്ട് ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള, വേറെ ഒന്നുമില്ല. അവർക്ക് വെള്ളം വേണ്ട, വൈദ്യുതി വേണ്ട, ഗ്യാസ് വേണ്ട, ഒന്നും വേണ്ട, കിടക്കപ്പുറതി മതി. ആ അവസ്ഥ എത്തിച്ചു. അതൊക്കെ മഹാമോശമായിപ്പോയി. RG കാറിലെ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവരിറങ്ങി. സന്ദേശ് ഖാലി ബലാത്സംഗം, അതിൽ പ്രതികളെ രക്ഷിക്കാൻ അവരിറങ്ങി. അവർ TMC-കാരാണ്. ഇവിടെ പിണറായി വിജയൻ ചെയ്ത അതേ കാര്യം. ഇവിടെ പിണറായി വിജയൻ മറ്റേ ഹെൽമെറ്റ് എടുത്ത് അടിച്ചതിന് രക്ഷാപ്രവർത്തനം, അവിടെ ബലാത്സംഗം വഴിയാണ് രക്ഷാപ്രവർത്തനം. ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ഈ അമ്മച്ചിയുടെ ആ വീഡിയോ എനിക്ക് തോന്നി അത് വലിയൊരു മെസ്സേജാണ് ബംഗാൾ മാറുന്നു എന്നുള്ളതിൽ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത്, ഒന്ന് SIR-ൻ്റെ ഫലമായിട്ട് 90 ലക്ഷം വോട്ടർമാർ അതിൻ്റെ അകത്ത് പോയി. പിന്നെ CPM ഭരിച്ചിരുന്ന സമയം മുതൽ തന്നെ അവിടെ നിൽക്കുന്ന ഒരു ഗുണ്ടരാജ്, അത് മമത ഏറ്റെടുത്തു. ഇനി അത് BJP ഏറ്റെടുക്കുമോ ഇല്ലെന്നുള്ള മാത്രമാണ് നമ്മൾ നോക്കേണ്ടായിരുള്ളൂ. BJPക്ക് എന്തെങ്കിലും തരത്തിൽ അതിന് മാറ്റം വരുത്തണം എന്ന ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ആ ഗുണ്ടകളെ ഒതുക്കിയാൽ തന്നെ ബംഗാളിൻ്റെ സ്വഭാവം മൊത്തമായിട്ട് മാറി. ഈ TGയോട് ചോദിക്കാതെ, അതായത് അവിടെ ഈ CPM-ന്റെ ഗുണ്ടകളുടെ ഉപജീവന മാർഗം ഈ ഗുണ്ടായിസാണല്ലോ. അപ്പോൾ CPM-ന്റെ ഗുണ്ടകൾ മുഴുവൻ തൃണമൂലിൻ്റെ ഗുണ്ടകളായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ PSന്റെ സംശയം, ഈ ഗുണ്ടകളെ ഇനി BJP-യുടെ ഗുണ്ടകളായിട്ട് മാറുമോ എന്നുള്ള സംശയമാണ്. അല്ല, അതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. നമ്മൾ മാത്രമല്ല, അതൊരു ന്യായമായ സംശയമാണ്. പക്ഷേ അതിനുള്ള മുന്നൊരുക്കങ്ങൾ BJP നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും സംഭവിച്ചത് ഈ SIR വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയി, മടങ്ങിയിട്ടുണ്ട്, വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ. കാരണം SIR-ൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഇവൻ ബംഗ്ലാദേശിയാണെന്ന് തിരിച്ചറിഞ്ഞ് പിടിയിൽപ്പെട്ടെങ്കിലും അതുകൊണ്ട് പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കടന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നവർ അവരുടെ ലെജിറ്റിമേറ്റ് ആയിട്ട് എവിടെയാണോ, ഇപ്പോൾ ഇവൻ ജോലി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പോയിട്ടാണ്, ഉത്തർപ്രദേശിലെ വോട്ടർ പട്ടികയിൽ ചേരുക, അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ബംഗാളിൽ വന്നിട്ട് ഈ കച്ചറയ്ക്കുള്ളിൽ ചെന്ന് ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് ബീഹാർ, ഉത്തർപ്രദേശ്, ഒറീസ, ഇപ്പോൾ ഈവൻ കേരളത്തിൽ വന്നവർ, കേരളത്തിൽ ഒരുപാട് പേര് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുണ്ട് ബംഗാളിൽ. അതുകൊണ്ട് ഇത്തവണ വലിയൊരു എക്സോഡസ് കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് ഉണ്ടായില്ല. കഴിഞ്ഞ സാറിന് ഓർമ്മയുണ്ട്, 21-ലെ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ ട്രെയിൻ വരെ പോയിരുന്നു കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക്. ബംഗാളികൾ ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് വോട്ട് ചെയ്യണ്ടേ. ഇത്തവണ സ്പെഷ്യൽ ട്രെയിൻ ഒന്നും ഉണ്ടായില്ല, കാരണം അതിന് മാത്രം ആളില്ല. ഒന്നിൽ അവർ നേരത്തെ എങ്ങാനും പോയിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പോയിട്ടുണ്ട്. കൂടുതലും ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർന്ന് ഇവിടെ ജെന്യുവനായിട്ട് ചേരുമല്ലോ. ഇന്ത്യയിലെ ഏത് പൗരനും
ഏത് സംസ്ഥാനത്തും പോയിട്ട് ജോലി ചെയ്യാം, അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേരാം, അവിടുത്തെ ആളായിട്ട് കഴിയാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഈ അനാവശ്യമായ വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ്, ട്രാൻസ്ഫറായി പോയവർ അത് ഇതെല്ലാം ഒഴിഞ്ഞു. ഇപ്പോൾ ഈ 90 ലക്ഷം SIR നിന്ന് വന്നപ്പോൾ കുറഞ്ഞു എന്ന് പറഞ്ഞതിൽ 62 ലക്ഷം ഈ TMCയും കൂടെ സമ്മതിക്കുന്നു. അത് ജനുവിനാണ്. 62 കളയേണ്ടത് തന്നെയാണ്. ബാക്കിയുള്ള ഈ 28 ലക്ഷത്തിലോ ഒക്കെയാണ് അഡ്ജുഡിക്കേഷനിൽ കിടക്കുന്നത്. ഇപ്പോൾ 62 lakhs എക്സ്ട്രാ വോട്ട് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തി, ഇവരും സമ്മതിച്ചു. അപ്പം അങ്ങനെ അരനൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് നടക്കുന്ന ആദ്യത്തെ കൃത്യമായ തെരഞ്ഞെടുപ്പാണിത് ബംഗാളില്. നേരത്തെ നമ്മൾ പറഞ്ഞു. അതെ, അത് ഇത്തവണ നമ്മൾ വായിക്കുമ്പോൾ ഈ ഫാൾത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയ് 21 ഒരു നിയമസഭാ മണ്ഡലത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് മാറ്റിയിട്ട് നടക്കാൻ പോവാണല്ലോ അവിടെ ഫാൾത്ത. അവിടെ ഈ BJPയുടെയും CPMന്റെയും ചിഹ്നങ്ങൾ ടേപ്പ് ഒട്ടിച്ച് EVM മെഷീനിൽ അത് അങ്ങനെ ചെയ്യാൻ മാത്രമല്ല, ചില ബട്ടന്റെ പുറത്ത് അത്തറ് പൂശിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അത്തറ് പിന്നീട് വേറൊരാളുടെ ശരീരത്തിൽ മണക്കുന്നുണ്ടെങ്കിൽ ഇവൻ BJPക്കാണ് വോട്ട് ചെയ്തതെന്ന് അർത്ഥം. പിന്നെ ഇവന്റെ വീട് കത്തിക്കും. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് പോകുന്നത്. ഒരു കാർട്ടൂൺ വന്നിരുന്നു സാർ കേട്ടത്. ഒരുത്തൻ പോളിംഗ് ബൂത്തിന് മുമ്പിൽ കാവൽ നിൽക്കുന്നു. എന്താടാ നീ ഇവിടെ ഇങ്ങനെ കാവൽ നിൽക്കുന്നത്? അല്ല, എൻ്റെ അച്ഛൻ ഇവിടെ വോട്ട് ചെയ്യാൻ വരും. എൻ്റെ അച്ഛൻ മരിച്ചുപോയില്ല, പുള്ളി മരിച്ചുപോയി, പക്ഷെ 5 കൊല്ലത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ ഇത്തവണ എങ്ങനെയാണ് പുള്ളിയെ ഒന്ന് കണ്ടാണെന്നുള്ളത് അത് ഞാൻ കാത്തു നിൽക്കണം. 1900 ഈ കഴിഞ്ഞ ഈ പറഞ്ഞ അരനൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഈ കൃത്യമായ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ അത്തറ് പൂശി ഈ കേരളത്തിൽ 1957 ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ സെൽഫ് ഭരണം എന്ന് പറഞ്ഞൊരു സംഗതി വന്നില്ലേ, സഹാക്കള് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ അവിടെ തൃണമൂലിന്റെ ഈ യുവാക്കളുടെ ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകൾക്ക് കരാർ കൊടുക്കണം. നിങ്ങൾ വീട് വിട്ടു പോവുകയാണെങ്കിൽ ആ സാധനങ്ങൾ പെറുക്കി കൊണ്ടുപോകുന്നതൊക്കെ ഇവരായിരിക്കും, ഈ ക്ലബ്ബുകാർ. ഒരു സ്ഥലം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ ക്ലബ്ബ്. ഇങ്ങനത്തെ ഒരു പരിപാടി അല്ലേ ഞാൻ പറഞ്ഞ ആ ഗുണ്ടാ സംഘത്തെ ഇവരെന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ തുടരാൻ അനുവദിച്ചാൽ ബംഗാളിന് പിന്നെ മാറ്റമൊന്നുമില്ല. നമ്മൾ ഇല്ല, ആ ഗുണ്ടാസംഘം ഇനി പുതിയ വല്ല ഗുണ്ടാസംഘം ഉണ്ടായി വരുമോ എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ട്രഡീഷണലി അവിടെ ഉള്ള ഗുണ്ടാസംഘമുണ്ട്. അത് കൂടുതലും ബംഗ്ലാദേശി മുസ്ലിംസും ലോക്കൽ മുസ്ലിംസും ചേർന്ന ഗുണ്ടാസംഘങ്ങളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ബൈ നേച്ചർ BJPയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഗുണ്ടാസംഘങ്ങൾ ഉണ്ടാവില്ല. പിന്നെ BJP സ്വന്തമായിട്ട് ഗുണ്ടാസംഘത്തെ ഇറക്കി കഴിഞ്ഞാൽ അത് പുതിയൊരു പ്രതിഭാസമായിരിക്കും. ബംഗ്ലാദേശിലെ ഒരു MP പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ BJP അവിടെ അധികാരത്തിൽ വന്നാൽ നമുക്ക് ഭീഷണിയുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ടുള്ള ക്രിമിനലുകളൊക്കെ ഉണ്ട് ബംഗാളിലേക്ക്, ഇവരൊക്കെ തിരിച്ച അഭയാർത്ഥികളായിട്ട് ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ BJP ഒരുപാട് കാര്യങ്ങൾ ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജനതാ ഉന്നയൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി അയാൾ ഉണ്ടാക്കി. അയാളുടെ കൂടെ കുറച്ച് ദിവസം ഒവൈസിയും നടന്നിരുന്നു. 8 സീറ്റ് എന്ന് പറഞ്ഞു. ഇയാൾ ഈ 182 സീറ്റില് മറ്റേ മാൾഡയിലും മറ്റേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുമൊക്കെ ആളുകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് BJPയെ സഹായിച്ചിരിക്കാൻ സാധ്യതയില്ലേ? ചെറിയ തോതിൽ ചിലപ്പോൾ എന്തെങ്കിലും മുർഷിദാബാദ്, മാൾഡ അല്ല ഇതിന്റെ ചെറിയ തോതിൽ അല്ല TJ എൻ്റെ അതൊരു പ്രശ്നം എന്താ വെച്ചാലേ, ഇതിങ്ങനെ വലിയ ഒരു വേവിൽ ജയിക്കുമ്പോഴേ അതൊന്നും വലിയ കാര്യമല്ല. ഇങ്ങനെ ജയിക്കുമ്പോൾ അല്ലാത്ത സമയത്ത് അതിനെയൊക്കെ പ്രസക്തിയുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച ചെയ്താണ് ഈ ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞവൻ BJPയുടെ B ടീമാണെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഒരു മാർജിനിൽ വിജയം വരുമ്പോൾ ഇപ്പൊ കേരളത്തിലടിച്ച് UDF സ്ഥലങ്ങൾ നോക്കുക, ഇതിലിപ്പോ ഒരു ജമാഅത്തെ ഇസ്ലാമി അപ്രസക്തമായി പോയി. കാരണം ഓവർവെൽമിംഗ് ആയിട്ട് കാറ്റടിച്ചു. അതുപോലെ ബംഗാളിലും പ്രോ BJP വേവിൽ ഇപ്പൊ ഹുമയൂൺ കബീർ എന്ത് ചെയ്തു, ഒവൈസി എന്ത് ചെയ്തു, പ്രശ്നമില്ല.
പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് അത് ഇങ്ങനെ തോന്നുമായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ഈ അനാലിസിസിന് ഒരു പ്രസക്തിയില്ല. ആളെ കൂടി തീരുമാനിച്ച് അവർ ശരിപ്പെടുത്തി മാത്രമേ ഉള്ളൂ. അതെ. കേരളത്തിലെ സ്ഥിതി തന്നെ ബംഗാളിലെ മതനാണ് പ്രസിദ്ധി. ഇനിയുള്ള ഒരു സംശയം, മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഒരുപാട് അഴിമതി നടത്തിയിട്ടുണ്ടല്ലോ അവിടെ. CBIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. CBI ചെല്ലാൻ പോകുമ്പോൾ CBIയുടെ ആളുകളെ അവിടുത്തെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ ആയമ്മ ചെയ്തു പോകുന്നത്. ഇവര് രണ്ടുപേരും ഇനി ജയിലിൽ കിടക്കുവോ അതോ ഇന്ദിരാഗാന്ധിയൊക്കെ വെറുതെ അന്നത്തെ ജനതാ പാർട്ടി സർക്കാർ വെറുതെ വിട്ടല്ലോ, വീട്ടിൽ തന്നെ പോയിട്ട് മൊറാർജി പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് അവര് ഇന്ദിരാഗാന്ധി ഇന്ത്യ വിടാൻ ഉദ്ദേശിക്കുന്നു എന്ന് കേട്ടപ്പോ കേസൊക്കെ എടുക്കും ഇവര് എന്ന് കേട്ടപ്പോൾ മൊറാർജി വീട്ടിൽ പോയിന്ന്, ഞങ്ങൾ കേസൊന്നും എടുക്കില്ല കേട്ടോ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു. ഈ സമീപനമായിരിക്കുമോ ഈ മമതയോടും അഭിഷേകിനോടും BJPക്ക്? അഭിഷേകിനോട് അങ്ങനെ ആയിരിക്കില്ല, മമതയോട് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്കെതിരെ കേസ് വെക്കാനോ അവരെ ഉപദ്രവിക്കാനോ അങ്ങനെയൊന്നും BJP പോവില്ല. അഭിഷേകിനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എന്തോ വിദേശത്ത് ഏർപ്പാടും സംഗതിയൊക്കെ ഉള്ള ആളാണ്. മിക്ക താമസിയാതെ പുള്ളി പറക്കും പുറത്തേക്ക്. പിന്നെ 1-2 വർഷം 2-3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചു. പുള്ളി ഹൈ കണക്ഷൻസ് ഒക്കെ ഉള്ള ആളാണ്. മമത എനിക്ക് തോന്നുന്നത് ബംഗാളിൽ തന്നെ ഉണ്ടാവും, അവരെ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല. പിന്നെ അവർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 10-90 സീറ്റ് അവർക്കുണ്ടല്ലോ. ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ഫൈനൽ ടാലി കണ്ടതിൽ 93 മറ്റോ, അതൊരു 83 തന്നെ വെച്ചു. 83 ഒരു കുറഞ്ഞ ഫിഗറൊന്നും അല്ല. നിയമസഭയിൽ ഒരു പ്രതിപക്ഷമാകാനായിട്ട് 294 294 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫിഗറാണ്. ഒരു സംശയം കൂടി, ബംഗാളും കേരളവും തമ്മിലൊക്കെ ഒരുപാട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടുത്തെ സഖാക്കൾ തന്നെ ഊറ്റം കൊള്ളുന്നുണ്ടായിരുന്നല്ലോ. അവിടെ മാർക്സിസം, ഇവിടെ മാർക്സിസം, അവിടെ നവോത്ഥാനം, ഇവിടെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ആ നവോത്ഥാനത്തിൻ്റെയൊക്കെ മുകളിൽ ശരിക്കും BJP ഒറ്റയ്ക്ക് അവിടെ അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്, വേറെ സഖ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കേരളത്തിലെ BJPക്ക് ഒരു മാതൃകയാക്കി എടുക്കാൻ വല്ലതും ഉണ്ടോ അതിൽ? കേരളത്തിലെ BJPക്ക് മാതൃകയാക്കാനായിട്ട് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷെ അത് ഇവിടെ മാതൃകയായിട്ട് എടുക്കണ്ടേ? മാതൃകകൾ സംഭവിച്ചു, ഞാൻ മാതൃകയെ മൈൻഡ് ചെയ്യുന്നില്ല. മാതൃകകൾക്ക് അതായത് മോഡലുകൾ പലതുണ്ട്, അത് ഏറ്റെടുക്കാൻ പറ്റിയ ആളിലൂടെ ഇല്ല, ഹ്യൂമൻ റിസോഴ്സ് ഇല്ല, അതാണ് പ്രശ്നം ഉണ്ടാക്കി. അതെ, എനിക്ക് തോന്നുന്നത് ദേശീയ നേതൃത്വം കേരളം പിടിക്കുന്ന തീരുമാനിച്ച TG ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ. അതവരിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. കാരണം ബംഗാള് ഒരു പോസ്റ്റ് കഴിഞ്ഞു, ഇനിയല്ലേ കേരളത്തിലേക്ക് വരണ്ടായിരുള്ളൂ. നോക്കാം. അതെ, ഇല്ല, അതുമല്ല, ബംഗാൾ കഴിഞ്ഞാൽ തമിഴ്നാടും തെലങ്കാനയും കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരേണ്ടതുള്ളൂ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ബംഗാൾ എന്തായാലും മറ്റേ CPMനെ സംബന്ധിച്ച് ബാലികേറാമലയാണ്, ഇനി അവിടെ അധികാരത്തിൽ വരില്ല. കേരളത്തിൽ CPMന് ബാലികേല കയറാമലയായിട്ട് ഇനി തുടരുമോ? ഈ സാറേ, ഫൈനൽ ടാലി വന്നു കഴിഞ്ഞിട്ട് എനിക്കത് പറയാൻ പറ്റുള്ളൂ. CPMൻ്റെ സംഘടനാ സംവിധാനം എത്ര കണ്ട് തകർന്നിട്ടുണ്ട്, പക്ഷേ എത്ര കണ്ട് തകർന്നു, ഇനി തിരിച്ചു വരാൻ വയ്യാത്ത വിധം. ഇപ്പോൾ ആസ് സച്ച് സാർ നമുക്ക് ഇന്ത്യയിൽ ഒരിടത്തും CPMൻ്റെ ഭരണമില്ല, ഒരിടത്തും. കൂട്ടുകക്ഷിയായിട്ടും ഇല്ല, ഒറ്റയ്ക്കും ഇല്ല, എങ്ങുമില്ല, ശുദ്ധ ശൂന്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, ഒരിടത്തും ഇല്ലാതെ. അപ്പോൾ അതിൻ്റെ തകർച്ചയുടെ ആഴം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇത് തിരിച്ചു വരുമോ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ആ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും ഒരു മൈനോറിറ്റി ഉണ്ട് ഇത് പുനരുജ്ജീവിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളത്. നമ്മൾ ഈ വലിയ ആലക്കം മറിഞ്ഞു കിടന്നിട്ട് ഒരു ഗതിയില്ല. പക്ഷെ ഒരു 2 മാസം കഴിയുമ്പോൾ കണ്ടില്ല, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒരു പച്ചപ്പ് ഇങ്ങനെ വരും, പിന്നെ അതായിട്ട് മാറും മെയിനായിട്ട്. ഇങ്ങനെ ഒരു പ്രതിഭാസം പ്രകൃതിയിലുണ്ട്. അത് പാർട്ടികൾക്കും ബാധകമാണ്. അങ്ങനെ എഴുതിത്തള്ളാൻ ഇപ്പം ഞാൻ തയ്യാറല്ല. ഫുൾ ഫിഗേഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടിയിൽ ഇനി തുടർച്ചലനങ്ങൾ, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ടോ അതും നോക്കേണ്ടിയിരിക്കുന്നു. ചിലരൊക്കെ ഈ കരുതി വെച്ച ബോംബൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നിട്ട് പൊട്ടിക്കാം എന്ന് വിചാരിച്ച് വെച്ചവരുണ്ടാകാം. അപ്പം അതുമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചിത്രം വ്യക്തമാകും. എന്തായാലും
മറ്റേ കേരളത്തിലെ സഖാക്കൾക്ക് ബംഗാൾ ഒരു മാതൃകയായിട്ട് എടുക്കാം. സഖാക്കൾക്ക് മറ്റു പാർട്ടികളിൽ ചേരാം, വേണമെങ്കിൽ BJPയിലും ഒക്കെ ചേരാം. അങ്ങനെ ഒരു മാതൃകയായിട്ട് ബംഗാളിനെ എടുക്കാം. ബംഗാളിലെ സഖാക്കൾക്ക് ഒരു സീറ്റുണ്ട്. ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ ഒരു സീറ്റ് കാണിക്കുന്നുണ്ട്. SDP ആയിട്ട് സഖ്യം അവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.